ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡാറ്റ എൻട്രീൻ്റെ 5ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൽ മർജ്, അതാണ് ചാപ്റ്ററിൻ്റെ പേര്, മെയിൽ മർജ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് തിയറി കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ പ്രാക്ടിക്കൽ ഈ മെയിൽ മർജ് എങ്ങനെയാണ് ചെയ്ത് പഠിക്കലാണ് കൂടുതൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പക്ഷേങ്കിൽ എന്താണ് ഈ മെയിൽ മർജ്, ഇതിൻ്റെ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ ഈ മെയിൽ മർജ് പ്രാക്ടിക്കലും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് തിയറി എടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ പെട്ടെന്ന് എഴുതാൻ വേണ്ടി പറ്റും. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ഈ മെയിൽ മർജ്? നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മളെ വേർഡ് പ്രോസസ്സിങ്ങിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിരുന്നു ഈ മെയിൽ മർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അന്നേരം ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മ ഉണ്ടായിരിക്കെങ്കിലും. എന്താണ് മെയിൽ മർജ് എന്ന് ഓർമ്മയുണ്ടോ? ഇല്ല, ഉണ്ടോ? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞുതരാം. മെയിൽ മർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കത്ത് പല വിലാസത്തിൽ ഒരേ സമയം അയക്കുന്നതിനെയാണ് മെയിൽ മർജ് എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ മെയിൽ മർജ് ഉപയോഗിക്കുന്നത്. അതായത് ഒരേ കത്ത്, കണ്ടന്റ് സെയിം ആണ്, അയക്കുന്ന ആളും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഒരേ കത്ത് പല വിലാസത്തിൽ ഒരുമിച്ചിട്ട് അയക്കാനുള്ള സംവിധാനത്തെയാണ്, ഒരുമിച്ച് അയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൽ മർജ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചും കൂടി മനസ്സിലാവും. അതായത് ഇപ്പം ഞാൻ നിങ്ങൾ ടീച്ചറാണല്ലോ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എല്ലാവർക്കും എനിക്ക് കത്തയക്കണം, എല്ലാവർക്കും എനിക്ക് മെയിൽ അയക്കണം. അപ്പോൾ ഞാൻ അയക്കുന്ന ആളാരാണ്? ടീച്ചർ അല്ലേ? ഞാനാണ് നിങ്ങൾക്ക് കത്തയക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കത്തയക്കുന്നത് കണ്ടന്റാണ്. നാളെ എക്സാം ആണ്, എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചു വരണം. അതാണ് എൻ്റെ കണ്ടന്റ്, എൻ്റെ കത്തയക്കാനുള്ള സബ്ജക്റ്റ് ആണത്. നാളെ എക്സാം ഉണ്ട്, എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചു വരാം. നാളെ എക്സാം ആണ്, ആരും ലീവ് ആക്കരുത്. അതാണ് എൻ്റെ കണ്ടന്റ്. ഓക്കെ, അപ്പോൾ അയക്കുന്ന ആള് ഞാനാണ്, കണ്ടന്റ് എന്താണ്? നാളെ എക്സാം ആണ്, ആരും ലീവ് ആക്കരുത്. അപ്പോൾ അയക്കുന്ന ആളും കണ്ടന്റും ഒന്നായി. ഓക്കെ, അപ്പോൾ കിട്ടുന്ന ആൾക്കാർ, നിങ്ങൾ അഡ്രസ്സ് എല്ലാവരും സെയിം ആയിരിക്കുമോ? ഈ 10, 50, 100 കുട്ടികളെ അഡ്രസ്സ് സെയിം ആയിരിക്കുമോ? അല്ലേ? ഇവൻ്റെ അഡ്രസ്സ് വേറെ, ഓൻ്റെ അഡ്രസ്സ് വേറെ, ഓളെ അഡ്രസ്സ് വേറെ, അങ്ങനെ എല്ലാവരുടെ അഡ്രസ്സ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ എങ്കിൽ എനിക്ക് എല്ലാവർക്കും ഒരുമിച്ച് കിട്ടണം. എനിക്ക് ആദ്യം കിട്ടിയ, ഇവനെ ആദ്യം കിട്ടിയെന്ന് പറയാൻ പാടില്ല. എല്ലാവർക്കും ഒരുമിച്ചിട്ട് ഒരേ സമയം അയക്കണം. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ മെയിൽ മർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എവിടെയും വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ മാനേജറിലായി കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മൾ മാനേജറൊക്കെ ആവുമല്ലോ. അപ്പോൾ നമുക്ക് അവിടുത്തെ സ്റ്റാഫിനൊക്കെ മെസ്സേജ് അയക്കണം, നാളെ മീറ്റിംഗ് ഉണ്ട്, ഇത്ര സമയത്ത് എത്തണം, നാളെ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ സന്ദർഭങ്ങളിൽ, അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് മെയിൽ മർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പം മനസ്സിലായ? ഒരേ കത്ത് പല വിലാസത്തിൽ ഒരുമിച്ച് അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെയിൽ മർജ്. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം. എങ്ങനെയാണ് ഇത്? നമ്മൾ ഏത് പ്രോഗ്രാമിലാണ് ചെയ്യുക? വേർഡിൽ. നമ്മൾ നേരത്തെ പഠിച്ചില്ലോ, വേർഡ് പ്രോസസ്സിങ്. മൈക്രോസോഫ്റ്റ് വേർഡിൽ, എക്സൽ, വേർഡ്, പവർ പോയിന്റ് എന്നെല്ലാം കേട്ടിട്ടില്ലേ? കേട്ടില്ല? ആ വേർഡിലാണ് നമ്മൾ മെയിൽ മർജ് ചെയ്യുക. അപ്പോൾ വേർഡ് നമ്മൾ ഈ ഒരു വേർഡ് എന്നുള്ള പ്രോഗ്രാം നമ്മൾ ഓപ്പൺ ചെയ്ത്, MS വേർഡ് ഓപ്പൺ ചെയ്ത് ആദ്യം നമുക്ക് എന്തുണ്ടാക്കണം? ഒരു കത്തുണ്ടാക്കണം. ഓക്കെ, കത്തുണ്ടായി കഴിഞ്ഞാൽ ആർക്കൊക്കെ അയക്കണം എന്ന ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കണം. ഓക്കെ, ആദ്യം മെയിൻ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കത്താണ് അല്ലേ? ഫ്രം അഡ്രസ്സും അയക്കുന്ന കണ്ടന്റും ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. എന്നതിന് ശേഷം എന്തുണ്ടാക്കണം? ഡാറ്റ സോഴ്സ്, ആർക്കൊക്കെ ഇത് അയക്കണം, ഏതൊക്കെ ഉറവിടങ്ങളിൽ ഇത് പോകണം, ഡാറ്റ സോഴ്സ് നമ്മൾ തയ്യാറാക്കണം. അതായത് അവരുടെ പേര്, പിൻകോഡ്, മെയിൽ ID, ഫോൺ നമ്പർ, എന്തൊക്കെയാണ് നമ്മൾ ലെറ്റർ അയക്കുമ്പോൾ വേണ്ടത് അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ഇത്രയും ആർക്കൊക്കെയാണ് നമ്മൾ അയക്കേണ്ടത് അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ മെയിൻ ഡോക്യുമെൻറ്റും ഈ ഡാറ്റ സോഴ്സും കൂടി നമ്മൾ മെർജ് ചെയ്യും, ഒരുമിപ്പിക്കും. അതിനുശേഷം നമ്മൾ അയച്ചു കൊടുക്കും. അങ്ങനെയാണ് അത് ഒരേ കത്ത്. അപ്പോൾ ഒരേ സമയത്ത് എല്ലാവർക്കും എത്തൂലേ? ഇത് ചെയ്യുമ്പോൾ, പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. നോക്കാം. അപ്പോൾ മെയിൽ മർജ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ഡോക്യുമെന്റ് ഇൻ മെയിൽ മർജ്? മെയിൽ മർജിലെ ടൈപ്സ് ഓഫ് ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മെയിൻ ഡോക്യുമെന്റ്. അതാണ് നമ്മൾ ആദ്യം തയ്യാറാക്കി വെക്കേണ്ടത്. അതായത് ഒരു മെയിൽ മർജ് പ്രവർത്തനത്തിൽ പേഴ്സണലൈസ്ഡ് ഡോക്യുമെന്റ്, ഉദാഹരണത്തിന് സാധാരണ കത്ത്, അല്ലെങ്കിൽ എൻവലപ്പ്, അല്ലെങ്കിൽ മെയിലിംഗ് ലേബൽ ആണ് മെയിൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്നത് ലെറ്റർ ആയിരിക്കാം,
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻവലപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെയിലിംഗ് ലേബൽ ആയിരിക്കും. എന്താണോ നമ്മൾ തയ്യാറാക്കുന്നത് തയ്യാറാക്കി വെക്കുക. അതിനെയാണ് നമ്മൾ മെയിൻ ഡോക്യുമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തയ്യാറാക്കുന്ന ലെറ്റർ ആയിക്കോട്ടെ, നമ്മൾ അയക്കുന്ന മെയിൽ ആയിക്കോട്ടെ, എന്താണോ അതാണ് നമ്മൾ മെയിൻ ഡോക്യുമെന്റ് ആയിട്ട് കണക്കാക്കുന്നത്. അതാണ് മെയിൻ ഡോക്യുമെന്റ്. അതായത് ഒരു മെയിൽ മർജ് പ്രവർത്തനത്തിൽ പേഴ്സണലൈസ്ഡ് ഡോക്യുമെന്റ് ആവാം, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഒരു കത്താവാം, മെയിലിംഗ് ലേബൽ ആവാം, എന്തും ആവാം. അതാണ് നമ്മൾ മെയിൻ ഡോക്യുമെന്റ് ആയി കണക്കാക്കുന്നത്. അതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് മെയിൽ മർജിൽ വരുന്ന ഡോക്യുമെന്റ്. രണ്ടാമതാണ് ഡാറ്റ സോഴ്സ്. അതായത് ഈ ഡാറ്റ സോഴ്സ് പേരുകളും വിലാസങ്ങളും വ്യത്യസ്തമായ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഫയലാണ്. ഉദാഹരണം, പലർക്കായി അയക്കേണ്ട ഒരു ഫോം ലെറ്ററിന്റെ പേരുകളും വിലാസങ്ങളും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇപ്പൊ അയക്കേണ്ട കത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചു, അതിനാണ് മെയിൻ ഡോക്യുമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് നമ്മൾ എന്തുണ്ടാക്കണം? ഡാറ്റ സോഴ്സ് ഉണ്ടാക്കണം. ആർക്കൊക്കെ അയക്കണം, ഈ പല വിലാസങ്ങളുള്ള പല പേരുകളും പല വിലാസങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അതാണ് ഡാറ്റ സോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാറ്റ സോഴ്സ് പേരുകളും വിലാസങ്ങളും വ്യത്യസ്തമായ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഫയൽ. വ്യത്യസ്തമായ പേരുകളും വിലാസങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഫയലിനെയാണ് നമ്മൾ ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ഡോക്യുമെന്റ് തയ്യാറാക്കി വെച്ചു, ഡാറ്റ സോഴ്സും നമ്മൾ തയ്യാറാക്കി വെച്ചു. ഇനി മൂന്നാമതാണ് എന്ത്? മെർജ് ഡോക്യുമെന്റ്. ഈ ഡാറ്റ സോഴ്സിനെയും ഈ മെയിൻ ഡോക്യുമെന്റിനെയും നമ്മൾ മെർജ് ചെയ്യണം, അല്ലേ? അപ്പം മെയിൻ ഡോക്യുമെന്റും ഡാറ്റ സോഴ്സും തമ്മിൽ ലയിപ്പിക്കുമ്പോൾ, മെർജ് ചെയ്യുമ്പോൾ മൂന്നാമതൊരു ഡോക്യുമെന്റ്, മെർജ് ഡോക്യുമെന്റ് ലഭിക്കുന്നു. ഇത് സ്ക്രീനിൽ കത്തിനൊപ്പം അഡ്രസ്സോട് കൂടി കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ മെയിൻ ഡോക്യുമെന്റും നമ്മൾ തയ്യാറാക്കി വെച്ച ലെറ്ററും അതേപോലെ തന്നെ ഡാറ്റ സോഴ്സും നമ്മൾ പല പേരുകളും പല വിലാസത്തിനും തയ്യാറാക്കിയ ഒരു അഡ്രസ് ലിസ്റ്റ് ഇല്ലേ, അത് രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ മെർജ് ചെയ്യും. അപ്പൊ അങ്ങനെ മെർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഓരോരുത്തരുടെ പേരിലും കത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓരോരുത്തരുടെ പേരിലും കത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ഓരോരുത്തരുടെ പേരിലും പേര് കത്ത്. അതുപോലെ തന്നെ നമ്മൾ എത്ര പേരുകളാണോ ആഡ് ചെയ്തത്, എത്ര വിലാസങ്ങളാണോ നമ്മൾ തയ്യാറാക്കിയത്, അത്രയും അഡ്രസ്സുകളിൽ ഈ ലെറ്റർ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് 3 ടൈപ്പ് ഓഫ് മെർജ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെയിൻ ഡോക്യുമെന്റ്, ഡാറ്റ സോഴ്സ് ആൻഡ് മെർജ് ഡോക്യുമെന്റ്. ഓക്കെ, ഇപ്പോൾ അത് നമ്മൾ മെയിൻ ഡോക്യുമെന്റ് തയ്യാറാക്കി വെക്കുന്നു, പിന്നെ നമ്മൾ ഡാറ്റ സോഴ്സ് തയ്യാറാക്കി വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഡാറ്റ സോഴ്സിനെയും മെയിൻ ഡോക്യുമെന്റ് നമ്മൾ മെർജ് ചെയ്ത് കൂടി തയ്യാറാക്കുന്നു. അതിനെയാണ് നമ്മൾ മെർജ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെർജ് ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലെറ്റർ ഓരോരുത്തരുടെ പേരിലും ഓരോ വിലാസത്തിലും വരുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അയക്കാമല്ലോ. ഇതാണ് സംഭവം. ഇനി എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്പ് ടു ക്രിയേറ്റിംഗ് എ മെയിൻ ഡോക്യുമെന്റ് ഫോർ ഫോം ലെറ്റർ. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു മെയിൻ ഡോക്യുമെന്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മെയിൻ ഡോക്യുമെന്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചില്ല. അപ്പോൾ ഇനി മെയിൻ ഡോക്യുമെന്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ വേർഡ് എന്ന പ്രോഗ്രാമിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇത് ചെയ്യേണ്ട പ്രോഗ്രാമില്ലേ, ഈ ചെയ്യേണ്ട സോഫ്റ്റ്വെയർ ഇല്ലേ, ആ പ്രോഗ്രാം MS വേർഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുക. അതിൽ നമ്മൾ മെയിൽ മർജ്, മെയിലിങ്സ് എന്ന ഓപ്ഷൻ കാണാം. മെനു ബാറിൽ മെയിലിങ്സ് എന്ന ഓപ്ഷൻ കാണാം. ആ മെയിലിങ്സ് ക്ലിക്ക് ചെയ്യുക. മെയിലിങ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് മെയിലിങ്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് തയ്യാറാക്കേണ്ട ലെറ്റർ എന്താണോ നമ്മളെ കണ്ടന്റ്, നമ്മളെ ഫ്രം അഡ്രസ്സും അതേപോലെ കണ്ടന്റും ടൈപ്പ് ചെയ്ത് വെക്കുക. വേർഡ് തുറന്നു, നമ്മൾ കണ്ടന്റ് ലെറ്റർ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് മെയിലിങ്സ് എന്ന ഓപ്ഷനിൽ പോയിട്ട് സ്റ്റാർട്ട് മെയിൽ മർജ് എന്നുള്ള ഓപ്ഷൻ കാണാം. എന്ത് കാണാം? സ്റ്റാർട്ട് മെയിൽ മർജ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്തൊക്കെയായിരുന്നു അത്? നമ്മൾ ഈ പ്രോഗ്രാം, ഇത് ലെറ്റർ തയ്യാറാക്കി വെക്കേണ്ട MS വേർഡ് എന്നുള്ള പ്രോഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അതിൽ നമ്മൾ തയ്യാറാക്കേണ്ട ലെറ്റർ എന്താണോ, ആരാണ് അയക്കുന്നത്, എന്താണ് അതിൻ്റെ കണ്ടന്റ്, അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ മെയിലിങ്സ് എന്ന ഓപ്ഷനിൽ പോയി, ഈ വേർഡിൽ മെനു ബാറിൽ നിന്ന് മെയിലിങ്സ് എന്ന ഓപ്ഷനിൽ പോയിട്ട് സ്റ്റാർട്ട് മെയിൽ മർജ് എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് സ്റ്റാർട്ട് മെയിൽ മർജിൽ നമ്മൾ എന്താണ് തയ്യാറാക്കുന്നത്? ലെറ്റർ അല്ലേ. സ്റ്റാർട്ട് മെയിൽ മർജിൽ ലെറ്റർ എന്ന ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇടതും ലെറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അപ്പുറം സെലക്ട് റെസിപ്പിയൻസ് എന്ന ഓപ്ഷൻ കാണും. സെലക്ട് റെസിപ്പിയൻസ് എന്ന ഓപ്ഷൻ കാണും. ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് മെയിൽ മർജ് ക്ലിക്ക് ചെയ്തു, അതിൽ ലെറ്റേഴ്സ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ നേരെ അപ്പുറം സെലക്ട് റെസിപ്പിയൻസ് എന്ന ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. ആ സെലക്ട് റെസിപ്പിയൻസിൽ ടൈപ്പ് എ ന്യൂ ലിസ്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ യൂസ് എ എക്സിസ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ കോണ്ടാക്ട്സ് എന്നുണ്ടാവും. നമുക്ക് അയക്കേണ്ട ആൾക്കാരെ പുതിയ ആൾക്കാരാണെങ്കിൽ നമ്മൾ ന്യൂ ലിസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഇനി ഓൾറെഡി നമ്മൾ ആർക്കൊക്കെയാണ് അയക്കേണ്ട ലിസ്റ്റ് നമ്മളെ ഫയലിൽ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ എക്സിസ്റ്റിംഗ് ലിസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഇനി നമ്മളെ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരാണെങ്കിൽ
കോൺടാക്റ്റ് ബുക്ക് സെലക്ട് ചെയ്യുക. ഏതാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അത്രയും കാര്യങ്ങൾ ചെയ്യാം. ഇനി റൈറ്റ് ദ സ്റ്റെപ്പ് ഫോർ മെർജിങ് ഡോക്യുമെന്റ് ഇൻ മെയിൽ മെർജ്. നമ്മളിപ്പോൾ മെയിൻ ഡോക്യുമെന്റ് തയ്യാറാക്കി വെച്ചു അല്ലേ. മെയിൻ ഡോക്യുമെന്റ് സ്റ്റെപ്പ് എന്തൊക്കെയായിരുന്നു? MS വേർഡ് തുറന്നു, അതിൽ നമ്മൾ ലെറ്റർ തയ്യാറാക്കി, എന്നിട്ട് സ്റ്റാർട്ട് മെയിൽ മെർജിൽ നമ്മൾ ലെറ്റേഴ്സ് എന്ന ഓപ്ഷൻ കൊടുത്തു. അത്രയാണ് നമ്മൾ മെയിൻ ഡോക്യുമെന്റിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, MS വേർഡ് തുറന്നു, അതിൽ ലെറ്റർ തയ്യാറാക്കി കഴിഞ്ഞു, അതിൽ മെയിലിങ്സ് എന്ന ഓപ്ഷനിൽ സ്റ്റാർട്ട് മെയിൽ മെർജ് ക്ലിക്ക് ചെയ്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മെയിൻ ഡോക്യുമെന്റ് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി അടുത്ത പറയാൻ പോകുന്നത് റൈറ്റ് ദ സ്റ്റെപ്പ് ഫോർ മെർജിങ് ഡോക്യുമെന്റ്സ് ഇൻ മെയിൽ മെർജ്. എങ്ങനെയാണ് നമ്മൾ ഡോക്യുമെന്റ് തയ്യാറാക്കുന്നത്? മെയിൻ ഡോക്യുമെന്റ് തയ്യാറായി കഴിഞ്ഞാൽ ഒരു ഡാറ്റ സോഴ്സ് അതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. മെയിൻ ഡോക്യുമെന്റും ഡാറ്റ സോഴ്സ് ഒരുമിച്ചതല്ലേ മെയിൽ മെർജ്. മെയിൻ ഡോക്യുമെന്റ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഡാറ്റ സോഴ്സ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാനാണ് നോക്കാം. എങ്ങനെയാണ് നമ്മൾ മെയിൻ ഡോക്യുമെന്റും ഡാറ്റ സോഴ്സും ഡോക്യുമെന്റും ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ സെലക്ട് റെസിപ്പിയൻസ് നേരത്തെ പറഞ്ഞില്ല, അതെടുത്ത് അതിൽ ഏതാണോ നമുക്ക് തയ്യാറാക്കുന്ന ലിസ്റ്റ്, ന്യൂ ലിസ്റ്റ് ആണോ, പുതിയ ആൾക്കാർക്കാണോ, ഓൾറെഡി ഉള്ള തയ്യാറാക്കിയ ലിസ്റ്റ് നമ്മളെ ഫയലിലുണ്ടോ അതാണോ, അല്ലെങ്കിൽ കോൺടാക്റ്റ് ഉള്ള ആൾക്കാർ ഏതാണോ വേണ്ടോ അത് സെലക്ട് ചെയ്ത് അപ്പോൾ ഒരു ബോക്സ് വരും. ആ ബോക്സിൽ നമ്മൾ ഈ ടൈപ്പ് ചെയ്യേണ്ട ആൾക്കാരുടെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ 2 എന്നുള്ളടുക്ക വെച്ച് 2 എന്നുള്ളടുക്ക മൗസ് വെക്കുക. അതിൽ എവിടെയാണോ നമുക്ക് അഡ്രസ്സ് കാണിക്കേണ്ടതെന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 2 എടുക്കുക, ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ, ഇൻസേർട്ട് മെർജ് ഫീൽഡ് എന്നുള്ള ഓപ്ഷൻ കാണും. മെയിലിങ്സിൽ ഇൻസേർട്ട് മെർജ് ഫീൽഡ് എന്നുള്ള ഓപ്ഷൻ കാണും. ആ ഇൻസേർട്ട് മെർജ് ഫീൽഡ് നെയിം, അഡ്രസ്സ്, എന്തൊക്കെയാണോ നമ്മൾ തയ്യാറാക്കി വെച്ച അഡ്രസ്സ് അത് ഓരോന്നും 2 എന്നുള്ളടുക്ക താഴെ എൻ്റർ ചെയ്ത് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് ഫിനിഷ് മെർജ് എന്നുള്ള ഓപ്ഷൻ കാണും. മെയിലിങ്സ് തന്നെ ലാസ്റ്റ് ഫിനിഷ് മെർജ് എന്നുള്ള ഓപ്ഷൻ കാണും. ആ ഫിനിഷ് മെർജിൽ എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെന്റ്സ് എന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം? കുറേ ലെറ്റർ ഓരോരുത്തര പേരിലും ഓരോ ലെറ്റർ വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആദ്യം നിങ്ങൾ ഈ ചാപ്റ്ററിൽ തിയറി പഠിക്കേണ്ടത് എന്താണ് മെയിൽ മെർജ് എന്ന് പഠിക്കുക, എന്താണ് മെയിൻ ഡോക്യുമെന്റ്, എന്താണ് ഡാറ്റ സോഴ്സ്, എന്താണ് മെർജിങ് ഡോക്യുമെന്റ്സ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ബാക്കി ഈ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രാക്ടിക്കലും കൂടി നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഓക്കെ.